തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയെ ചൊല്ലി ആശയക്കുഴപ്പം തുടരുന്നു. ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ആന്റണി രാജുവിന്റെ അയോഗ്യത ഹൈക്കോടതിയും ശരിവച്ചതോടെ സീറ്റ് ഏറ്റെടുക്കാൻ CPM ശ്രമിക്കുന്നുണ്ടെങ്കിലും അനുകൂല മറുപടി ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇത്തവണത്തേക്ക് മാത്രമായെങ്കിലും സീറ്റ് ഏറ്റെടുക്കണമെന്നാണ് CPIM പ്രാദേശിക നേതൃത്വം സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സീറ്റ് ലഭിച്ചാൽ പൊതുസ്വതന്ത്രനെ മത്സരിപ്പിക്കാനാണ് CPIM ആലോചന. ISJDയിൽ നിന്ന് ഏറ്റെടുക്കുന്ന കോവളം സീറ്റിലും പൊതുസ്വതന്ത്രനെ മത്സരിപ്പിക്കും. S. വിനേഷ് കുമാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. വിനേഷ്, തിരുവനന്തപുരം സെൻട്രലിൽ എന്തായാലും ആന്റണി രാജു ഇത്തവണ ഉണ്ടാകില്ല എന്നത് ഉറപ്പായിരിക്കുന്നു. ഇനി നിയമപരമായ എന്തെങ്കിലും ഒരു സാധ്യത അദ്ദേഹത്തിന് മുന്നിൽ ഒരു പ്രതീക്ഷ നൽകുന്നതില്ല. ഈ തെരഞ്ഞെടുപ്പ് പത്രിക സമർപ്പിക്കുന്നതിന് മുൻപായി എന്തെങ്കിലും ഒന്നും ചെയ്യാൻ കഴിയുകയില്ലെന്ന് ഉറപ്പാണ്. ഇനി എന്താണ് CPMന്റെ ശ്രമം? ആരെയാണ് പൊതുസ്വതന്ത്രരായി പരിഗണിക്കുന്നത്? അതിനോട് ആന്റണി രാജുവിന്റെ പ്രതികരണം എന്താകും? തിരുവനന്തപുരത്ത് എന്തായാലും ആന്റണി രാജു ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം അറിയാൻ കഴിയുന്നതല്ല, സാധ്യതയില്ല. കാരണം ഇന്നലെ കോടതി ഉത്തരവ് അദ്ദേഹത്തിന് തിരിച്ചടിയായതോടുകൂടി ജനാധിപത്യ കോൺഗ്രസ് നിന്ന് മറ്റാരെങ്കിലും വരുമോ എന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തതയില്ല. കാരണം ആന്റണി രാജു കഴിഞ്ഞാൽ പിന്നെ സ്ഥാനാർത്ഥിയാവാൻ തിരുവനന്തപുരം സെൻട്രലിലൊന്നും സ്ഥാനാർത്ഥിയാവാൻ കഴിയുന്ന ഒരാൾ പാർട്ടിക്ക് അകത്ത് ഇല്ല എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് CPIM തന്നെ തിരുവനന്തപുരം സെൻട്രൽ ഏറ്റെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും അങ്ങനെ വരികയാണെങ്കിൽ ഒരു അറിയപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയെ തന്നെ, കൊള്ളാവുന്ന ഒരു സ്ഥാനാർത്ഥിയെ തന്നെ കൊണ്ടുവരും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ആര് എന്നുള്ളൊരു ചോദ്യം കൂടി ഇവിടെ അവശേഷിക്കുന്നുണ്ട്. എന്തായാലും നമുക്കറിയാം BJPയും NDA ഇവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. LDFന്റെ സ്ഥാനാർത്ഥി ആരെന്ന് അറിഞ്ഞതിന് ശേഷമായിരിക്കും NDA സ്ഥാനാർത്ഥി ഉണ്ടാവുക. NDA സ്ഥാനാർത്ഥിയായി പ്രധാനമായും കുമ്മനം രാജശേഖരൻ്റെ പേര് ഉൾപ്പെടെ കേൾക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രഗത്ഭ സ്ഥാനാർത്ഥിയെ തന്നെ കൊണ്ടുവരാനാണ് NDA ആലോചിക്കുന്നത്. കാരണം NDAയ്ക്കും BJPക്ക് അത്യാവശ്യം സ്വാധീനമുള്ള ഒരു മേഖല കൂടി ആയതുകൊണ്ട് തന്നെ LDFന്റെ സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളത് നോക്കിയതിന് ശേഷമായിരിക്കും അത്തരൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുക. എന്തായാലും ജനാധിപത്യ കേരള കോൺഗ്രസിൽ നിന്ന് ആരും ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയിക്കേണ്ടതില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.